നോക്കൂ 2, 4, 8, 16. 66th question is 2, 4, 8, 16. അല്ലേ മാം? 8 അല്ലേ? അതെങ്ങനെ 8 കിട്ടിയേ? സ്ക്വയേഴ്സ് നോക്കുമ്പോ സ്ക്വയറോ? 2 സ്ക്വയർ അല്ലല്ലോ, 4ഉം 16 മാത്രമല്ലേ സ്ക്വയർ ഉള്ളൂ. നമുക്കേ ഒരു ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞ് ആ 4 നമ്പറിലെ 3 ഒരു ഗ്രൂപ്പിൽ ഇടാൻ പറ്റണം, ഒരെണ്ണം മാറി നിൽക്കണം. അപ്പൊ 8 പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ 4ഉം 16ഉം ഓക്കെ ആയിരുന്നു, 2 സ്ക്വയർ അല്ലല്ലോ. ആൻസർ ഡി 2. റൈറ്റ്. ഡി ആണ് നേരത്തെ പറഞ്ഞേ. ഞാൻ അല്ല കേട്ടത് മാം. ഡി ഓക്കെ, ബിക്കോസ് അതൊരു പ്രൈം കോമ്പോസിറ്റ് കോമ്പിനേഷൻ ആണ്. 2 is the only even prime number we have. 4, 8, 16 are composite numbers. ഈ പ്രൈം ഈവൺ കോമ്പോസിറ്റ് എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്പേഴ്സിൽ. ഇപ്പൊ 2, 4, 8, 16 കണ്ടു കഴിഞ്ഞാൽ 4ഉം 8ഉം 16ഉം കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്, 2 പ്രൈം ആണ്. ദോ ദേ ഓൾ ആർ ഈവൺ നമ്പേഴ്സ്. അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞാൽ 4ഉം 8ഉം 16ഉം കോമ്പോസിറ്റിന്റെ ഗ്രൂപ്പിലും 2 പ്രൈം ആയിട്ട് മാറി നിൽക്കുകയും ചെയ്യും. So 2 is the answer. Next is a direction. ഇതിലൊരു ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്, അത് ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് നോക്കൂ, ആൻസർ പറയുന്നുണ്ട്, നമുക്ക് ചെയ്യാം. ആരെങ്കിലും ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞോളൂ. ടെൻ മീറ്റർ കിഴക്കോട്ട്. he starts 10 from a point and go 10 meter to east. From there he turns to south, walks 4 meter, again turns west. From there he turning west, walks 13 meter and reached a place. Now what is the distance from this point, finishing point, to the starting point? How far is he from the starting point to the finishing point? എല്ലാവർക്കും he starts 10 meter. 5 മീറ്റർ ആണോ മാം? 5 മീറ്റർ. 5 മീറ്റർ ആണ്, കറക്റ്റ് ആണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വിചാരിക്കുക. കിഴക്കോട്ട് പറഞ്ഞാൽ this is east. He goes east 10 meter. Then he comes down 4 meter to south directionലേക്ക് ഇത് കൊടുക്കാം. Then 13 meter 10 കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം. So this ഇതുവരെ 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 3 ഉണ്ടായിരിക്കും. So that is this total is 13. Now ഇത് ഫിനിഷിംഗ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാലേ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വെർട്ടിക്കൽ അല്ല പറഞ്ഞു, ഈ പോയിന്റിന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കണേ. ഇത് 3, ഇത് 4. ഇവിടെ ഒരു പൈതഗോറിയസ് ട്രിപ്ലറ്റ് പോലെ നമ്മൾ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുക. അങ്ങനെയാണ് റൂട്ട് ഓഫ് ഈ പോയിന്റിന് ഈ പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കാണണമെങ്കിൽ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, root of 9 plus 16, root 25 of 5. Vertically, he is 4 meter down. Horizontally, he is 3 meter away. But a point like distance choice, this is the shortest distance between the starting and finishing point. ഇവിടേക്ക് ജോയിൻ ചെയ്ത് പടം വരയ്ക്കുക, ജോയിൻ ചെയ്ത് വരുമ്പോൾ ഇവിടെ 3 വരും. 13 ടോട്ടൽ ഇവിടെ ഉള്ളതുകൊണ്ട് 10 കഴിഞ്ഞാൽ ബാക്കി 3. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇവിടെയും വെർട്ടിക്കലി 4 ആയിരിക്കും. സോ ദിസ് ബിക്കംസ് എ റൈറ്റ് ട്രയാങ്കിൾ.
27 ഒക്കെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ആഡ് ചെയ്ത് വന്നേക്കുക. ദാറ്റ് ഇസ് ദ distance he has traveled is 27. 4 meter is the vertical distance between those two, and 3 is the horizontal distance, and 5 is the distance between those 2 points. Clear ആയോ പോയിന്റ്? നല്ല ചോദ്യമാണത്. നമുക്ക് ഇതുവരെ ഡയറക്ഷന്റെ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയിട്ടില്ല. അവർ അവസാനം ഡയറക്ഷൻ ചോദിക്കുകയായിരുന്നു. ഇതില് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഒരു ഫോർമുല. എല്ലാത്തിലും ഈ പൈതഗോറിയൻ ട്രിപ്ലറ്റ് വെച്ചിട്ടേക്കാണ്. കാരണം എന്താ വെച്ചാൽ all turnings we turn to 90 degree unless and until it is specified. We say a person has turned to he went like this. Turn പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു 90 ഡിഗ്രി കിട്ടാൻ പാകത്തിനാണ് ചെയ്യുക. All turnings unless they specify he turned through an angle. അതല്ലെങ്കിൽ all turnings അങ്ങനെ 90 ഡിഗ്രിയിലേക്കാണ് വരച്ചു കൊടുക്കുക. സോ അവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. പൈതഗോറസ് ട്രിപ്പിൾ തിയറം യൂസ് ചെയ്ത് root of L square plus B square. അല്ലെങ്കിൽ hypotenuse square is the square of the base, sum of the squares of the base and side. Altitude. Clear ആയോ അത്? ക്ലിയർ ആയി. Clear ആയി. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര ഈസിയാണ്. ഓപ്ഷൻ എ ആണോ മാം? Option A, ma'am. Yes, good. Sat എന്നുള്ള എന്താ വാല്യൂസ്, പ്ലേസ് വാല്യൂസ് അടുപ്പിച്ച് എഴുതി കൊടുക്കുക. S is 19th place, A1, T 20. So with this, we are done with this paper. We had a set of 68 questions. ഇനി ഇതിന്റെ അടുത്ത സെറ്റ് നമുക്ക് എടുക്കാമെന്ന്. അടുത്ത സെറ്റിലെ ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ തന്നെ കോഡിംഗ് ഡീകോഡിങ്ങിന്റെ ഒരു ചോദ്യം. ഇതിലൊരു വ്യത്യാസം ഉള്ളത്, ഏർലിയർ നമുക്ക് 4 ലെറ്റർ വേർഡാണ് കോഡ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് കോഡിലും വേർഡിലും ഒരേ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ വേർഡിൽ 4 ലെറ്ററും കോഡിൽ 8 ലെറ്ററും ഉണ്ട്. അപ്പൊ നോക്കുക എങ്ങനെയാണ് അത് റിലേറ്റഡ്. സോ ദാറ്റ് മീൻസ് 1 ലെറ്റർ ഈസ് റിലേറ്റഡ് ടു 2 കോഡ്സ്. Good is written as F, H, M, Q, L, R, Z and Z. Then how will you write best in that code? F, H, രണ്ട് ലെറ്റർ അടുത്തേക്ക് എഴുതി കൊടുക്കുക. M, Q, L, R and Z, H. How you will do best? കിട്ടുണ്ടോ നോക്കുക. പ്ലേസ് വാല്യൂ ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. കിട്ടുണ്ടോന്ന് പ്ലേസ് വാല്യൂ. ഇത് നോക്ക്, ഈ ഓയും 2 ഡിഫറെന്റ് ലെറ്റർ കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദർ ഇസ്ന്റ് എനി common coding for the letters. First, the letter MO is done as MQ. The second letter O is done as LR. So we have to look for. ഒരെണ്ണത്തിൽ തന്നെ ഇത് 7th പ്ലേസിലാണ്. ഇത് 15, ഇത് 15, ഇത് 4. So let us see. This is 6, 8, 13, 17, 12, 18, 26, 8. എന്തെങ്കിലും റിലേഷൻ കിട്ടുന്നുണ്ടോ നമുക്ക്? ഇനി 2 ലെറ്റർ ഒരു വേർഡിന് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി.
ഇല്ലേ ആരും ഇവിടെ? ഓപ്ഷൻ സി ആണോ മാഡം? Yes, option C ആണ്. They have done ഈ 7th ലെറ്ററിന്റെ -1 + 1, -2 + 2, -3 + 3, -4 + 4 ചെയ്തിരിക്കുക. -4 ഡിന്ന് -4 പോയപ്പോ സെറ്റ് ആയി. അതുപോലെ ബെസ്റ്റിന് ആദ്യം എന്ത് വരും? B2 ആണ്. സെക്കൻഡ് പ്ലേസ് ആണ് ബെസ്റ്റ്. സോ A, C, E, K രണ്ടെണ്ണം ചെയ്യണം. സെക്കൻഡ് C will come, then G will come. 19 S 19th place 3 എണ്ണം ചെയ്താൽ 16. 19 + 12 B. T ന്ന് 4 subtract ചെയ്യണം. So again P will get, and this is 2, 5, 19, 20, and this will be 1, 3, 3, 7, 16, 22, 16, 20. ഇവിടെ B ന്ന് +1 -1 + 1 +2 -2 + 2 -3 + 3 -4 + 1. ഇത് അത്യാവശ്യം സമയം പോണ ഒരു ഇതാണ്. സോ ഡിസൈഡ് ചെയ്യുക. നമ്മളിപ്പോ പല ക്വസ്റ്റ്യൻസും കാണുന്നുണ്ട്. അതിൽ ചില ക്വസ്റ്റ്യൻ ഇതുപോലെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതെല്ലാം ടൈം അറിയുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. പ്ലേസ് വാല്യൂ അറിയുമെങ്കിൽ നമുക്ക് വേഗം ചെയ്യാം. അതർവൈസ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഹലോ, മനസ്സിലായി മാം. കുഴപ്പമില്ല. എന്നാലും ദിവസം ഞാൻ നിങ്ങളുടെ റിയാക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഒരു മെക്കാനിക്കലി എടുത്ത് പോകും. ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്. സോ പ്ലീസ് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും പറയൂ. അപ്പൊ മനസ്സിലാവാത്തവർ പറഞ്ഞോളൂ. മനസ്സിലായ ഏതെങ്കിലും ഒരാൾ ഓക്കെ പറയാ. ഇഫ് സംബഡി ഈസ് ദേർ ഹു വാസ് നോട്ട് അണ്ടർസ്റ്റുഡ്, സോ പ്ലീസ് ടെൽ മീ. അടുത്തത് ഒരു അനലോഗിക് ക്വസ്റ്റ്യൻ ആണ്. എലക്ഷൻ ഈസ് ടു മാനിഫെസ്റ്റോ ആസ് മീറ്റിംഗ് ഈസ് ടു ഡാഷ്. അജണ്ടയാണ്. Election is a manifesto, is a public statement. Usually they print their intentions, what they are going to do after the election, after they have been selected. Circular is as good as a notice to spread widely something. Report is something of a description nature of a news or an incident. But agenda is a meeting. For a meeting we keep an agenda because it is a list of items for discussion. അങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. വാട്ട് ഇസ് സർക്കുലർ, വാട്ട് ഇസ് റിപ്പോർട്ട്, വാട്ട് ഇസ് അജണ്ട, വാട്ട് ഇസ് പ്രിഫേസ്. ആമുഖം ഈസ് പ്രിഫേസ്. വി ഗിവ് എ വാട്ട് ഈസ് ദേർ എന്നുള്ളതിന്റെ ഒരു ബേർഡ് വ്യൂ കൊടുക്കണം. Now next one, third one, 2:3 ratio, which is not 2:3 allata ratio. So it is classification or now 6:7. Right. The rest are all 2:3. It equivalent to 20:30 will reduce to 2:3. 6:9, 8:12. All we can reduce to 2:3. At 6:7 is a different ratio. Good. അടുത്തത്, what is which fraction is the biggest among the given fraction? All numerators being same, bigger fraction will have 5/6. Option A, ma'am. right. Option A, because bigger fraction will have smaller denominator. Numerator എല്ലാം സെയിം ആയ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതായിരിക്കും വലുത്. 6 പാർട്ടിൽ നിന്ന് 5 കിട്ടുകയാണ് നമുക്ക് എപ്പോഴും സേഫ്, rather than out of 12 or 18 parts. അടുത്തത് fifth one. They have given you 160 rupees 8 pen. So 1 pen cost 20 rupees.
For 6 pen, when he sold 6 pen, he got 150 rupees. So selling price of 1 pen, we can find selling price and cost price of 1 pen. It is easy, calculation easy. So we can reduce. ഓപ്ഷൻ ഡി ആണോ മാം? Option D. D ആണോ 15%? അല്ല, ബി ബി. B ആണ്, right. B is correct. Thank you. Cost price of 1 pen is 160 by 8, which is 20 rupees. And cost selling price of 1 pen is 150 by 6, which is 150 by 6 is 20. Profit percentage 5 upon 20 multiplied by 100, 25%. ഈ ക്വസ്റ്റ്യനിലെ കോസ്റ്റ് പ്രൈസ് ഓഫ് 1 പെൻ കാണാൻ സുഖ. അല്ലെങ്കിൽ നമ്മൾ നോർമലി 6നും 8നും കോമൺ ആയിട്ടുള്ള ഒരു നമ്പറിലേക്ക് റേസ് ചെയ്തിട്ടൊക്കെ ചെയ്യും. 48 പേനയുടെ കോസ്റ്റ് പ്രൈസും 48 പേനയുടെ സെല്ലിംഗ് പ്രൈസും കണ്ട് ചെയ്യും. ഇവിടെ ആവശ്യമില്ല. ഒരു പേനയുടെ കോസ്റ്റ് പ്രൈസ് കാണാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് 20 കാണാം. അതുപോലെ സെല്ലിംഗ് പ്രൈസും കണ്ടു കിട്ടും. That number should be same to find whether it is profit or loss. ഒരു പേനയ്ക്ക് 20 രൂപയ്ക്ക് വാങ്ങി 25 രൂപയ്ക്ക് വിറ്റു. അപ്പൊ 5 രൂപ ലാഭം ഒരു പേനയുടെ. So 5 by 20 multiplied by 100. Is it okay? നിങ്ങൾ കുറെ പേര് ആൻസർ പറഞ്ഞു തോന്നുന്നു അല്ലേ? Can we go further? Yes, ma'am. Yes, ma'am. ഒരു മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. സ്ക്വയർ ടേബിൾ perimeter is 300. Perimeter of a square table is 300. Its breadth is 70. Now what is the area? വിസ്തീർണം പറഞ്ഞ area. For a square table, its perimeter പറഞ്ഞ അതിന്റെ ചുറ്റളവ്. ഒരു മേശയുടെ ചുറ്റളവ്. അപ്പൊ മേശയുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിന്റെ ടോപ്പ് മാത്രമാണ് അവര് ബോദർ ചെയ്യണത്. They are least bothered about its legs and all. So they ask for the tabletop, which is in square shape, whose perimeter is 300. And they are given you Chadurakriti. It's not square, they are rectangle. Samachadura ayale square avullu. Option B. Ma'am, option B. Okay, option B. 70 meter. ഇതെല്ലാം കൂടെ ഇത് B, ഇത് breadth B is given as 70. L നമുക്ക് അറിഞ്ഞൂടാ, ഇവിടെ L. സമചതുര ആയാലേ സ്ക്വയർ ആവുള്ളൂ. It's my mistake while converting. ചതുരാകൃതി പറഞ്ഞ rectangle. 2 into L plus B is 300. Or L plus B is 150. Out of B is given as 70. So L is equal to 150 minus 70, which is 8. ഇനി കാണാൻ എളുപ്പ. Area will be length into breadth. 70 into 80, 5600 square centimeter. Okay. അടുത്തത്. Is this okay? മെൻസുറേഷന്റെ ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് അറിയോ? ഏരിയ, സർക്കംഫറൻസ്, ആ ഫോർമുല അറിയോ? അറിയാം മാം. ഓക്കെ, ഫൈൻ. അറിയില്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നമുക്ക് ഏതെങ്കിലും വേണമെങ്കിൽ കുറച്ചൊരു ഞാൻ ഐഡിയ കിട്ട പോലെ ഇടാം. ആവശ്യമില്ലെങ്കിൽ ഇടണ്ട, അത് കാരണം ചോദിച്ചത്. നിങ്ങൾക്ക് അറിയാന്ന് ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിന്റെ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. നോർമലി നമ്മളോട് ചോദിക്കാൻ പോകുന്നത് റെക്ടാങ്കിള്, സ്ക്വയർ, സർക്കിൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും. അതൊന്നും പഠിച്ചു വെച്ചോളൂ. ഇപ്പൊ ഇവിടെ റെക്ടാങ്കിൾ വന്നു, ഏരിയ LB ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്. സ്ക്വയർ ആണെങ്കിൽ A ഇൻറ്റു A സ്ക്വയർ, അതിന്റെ ചുറ്റളവ് വരിക. അങ്ങനത്തെ 1-2 കാര്യങ്ങൾ പഠിച്ചു വെക്കും. നെക്സ്റ്റ് ടൈം ആൻഡ് വർക്കിന്റെ ഒരു ചോദ്യമാണ്. വെരി ഈസി ആക്ച്വലി. ഇതുവരെ നമുക്ക് 2 പേരും കൂടി തന്നതാണ്. ഇതില് A 6 hours ഉണ്ടും Aയും Bയും കൂടെ 2 hours കൊണ്ട് ചെയ്ത് തീർത്താൽ
ബി ആ ജോലി ചെയ്യാൻ എത്ര സമയം വേണം? A takes 6 hours and A plus B takes 2 hours. Then B takes how many hours to do a same work? Yes, 3 മണിക്കൂർ. ഇത് ഞാൻ ഇവിടെ കാണിച്ചത് പോലെ നമുക്ക് ചെയ്യാം. എ ബി 6 ആയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എക്ക് 6/6 ഇത് 6/3. earlier നമ്മൾ A plus B ആണ് കണ്ടിരുന്നത്, ഇവിടെ B ആണ് കണ്ടത്. എയും ബിയും കൂടെ എഫിഷ്യൻസി 3, എക്ക് 1. So B will be A plus B minus A. That is 3 minus 1 2. ഇത് തിരിച്ചു കഴിയുമ്പോൾ എത്രയായിരിക്കും? B will be 6/2. അല്ലെങ്കിൽ എയും ബിയും കൂടെ ഒരു ദിവസം ഹാഫ് വർക്ക്, എ അലോൺ 1/6 വർക്ക്. ഇങ്ങനെ ആയിട്ടും ചെയ്യാം. 6 LCM എടുത്തു, 3 minus 1 that is 2/6, 1/3. അപ്പോൾ ഒരു ദിവസം എടുക്കാൻ റിവേഴ്സ് ഇടാം. ആ കാര്യം തന്നെയാണ് നമ്മളിങ്ങനെ ഇവിടെ ഇട്ട് ചെയ്തിരിക്കുന്നത്. എ 6 ദിവസം, എയും ബിയും കൂടെ 2 ദിവസം. ഇത് കോമൺ ആയിട്ട് 6 കൊടുത്തു. 6ന്റെയും 2ന്റെ LCM 6 കൊടുത്തു. എയുടെ എഫിഷ്യൻസി 1, എക്കും ബിക്കും കൂടെ എഫിഷ്യൻസി 3. അപ്പൊ ബിയുടെ എഫിഷ്യൻസി 3 minus 1 2. ബി എടുക്കുന്ന ദിവസം 6/2 3. നമ്മൾ കുറെ ചെയ്തു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഇതുപോലെ ചെയ്യാണ്. ഇങ്ങനെ ചെയ്യണേലും കുറെ കൂടെ ഇതെന്ന് തോന്നുന്നു. ഹാഫ് ദ വർക്ക് എയും ബിയും കൂടെ ഹാഫ് പോർഷൻ ചെയ്യും. എ അലോൺ 1/6 പോർഷൻ ചെയ്യും. അപ്പൊ ബി അലോൺ ഹാഫ് 1/6 1/3 പോർഷൻ ചെയ്യും. അപ്പൊ ബി എടുക്കുന്ന സമയം 3 days. whichever is easy for you. ഇവിടെ എന്താ വെച്ചാൽ രണ്ടുപേരിനേലും നമുക്ക് ഈസി വരിക. വി ക്യാൻ ഡു ഇറ്റ് അസ് 3-4 പേരുണ്ടെങ്കിൽ ഇതിങ്ങനെ വേഗം ചെയ്തു പോകും. അല്ലെങ്കിൽ AB by A minus B. 6 into 2/6 minus 2. അടുത്ത ചോദിക്കും പോവാം. 8th one. Can we go to the next question? Yes, ma'am. Okay, then do it. For an exam, there are 100 questions. Only if you are correct, the question will carry mark. All correct answers, we will get 1 mark, and all wrong answers, there is a negative marking. For wrong answers, we will lose 1 mark, and correct answers, we will get 1 mark. 1 mark. One will get 4 all correct, and one will lose 4 all correct. A person got 78 marks. Then, how many questions he has made wrong? 100 question left. Answer B ആണോ? 22. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് മോളെ, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. 22 വരെ നിങ്ങൾക്ക് കിട്ടിയത്, അതിനൊരു കറക്ഷൻ ചെയ്യണം. 78 100ലേക്ക് 22 വ്യത്യാസം വരിക. Answer A11. 11. അതൊരു +1 -1 ആയിട്ട് പോയിക്കണം. നമുക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ. 11 ആണ് കറക്റ്റ് ആൻസർ. ഈ ഇത്തരം ക്വസ്റ്റ്യൻ വന്ന ഈ കുട്ടി ഒരു ക്വസ്റ്റ്യനും വിട്ടിട്ടില്ല എന്ന് എടുക്കണേ. അതല്ലെങ്കിൽ വിടണ ക്വസ്റ്റ്യനിൽ 0 മാർക്ക് ആയിരിക്കും. ഡസന്റ് ക്യാരി എനി മാർക്ക്. പക്ഷെ ഇവിടെ അത് പറഞ്ഞിട്ടില്ല. ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ റോങ് ആണെങ്കിൽ 100 - x കറക്റ്റ്, x റോങ് ക്വസ്റ്റ്യൻ. നമുക്ക് റോങ് ക്വസ്റ്റ്യൻ അല്ലേ കാണേണ്ടത്. *1 - x × 1. ഇവിടെ മൈനസ് വരാൻ കാരണം 1 മാർക്ക് വീതം കുറയ്ക്കണം. And that is equal to 78. 100 - x is 78. 100 - 78 is 2x. 22 is 2x. X is 11. 22 കിട്ടാൻ കാരണം എന്താണെന്നറിയോ? 22 മാർക്ക് പോയത് ഓരോ -1 ഒരു +1 കളയും. ഒരു തെറ്റായ ക്വസ്റ്റ്യൻ ഒരു കറക്റ്റ് ആയ ക്വസ്റ്റ്യന് പോകും. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നമ്മുടെ 2 മാർക്ക് വീതം പോകും. ആ 22 കിട്ടിയ ആള് അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ച് അതിനെ വേഗം ചെയ്യാം.
Okay, 22 ആൻസർ പറഞ്ഞ ആളുണ്ടല്ലോ, ആ 22 ഡിഫറൻസ് വന്നേക്കണത് അങ്ങനെയാണ്. യു കാൻ ഡു ലൈക്ക് ദാറ്റ്, നോ പ്രോബ്ലം. ഇപ്പൊ ഒന്നുകൂടി മനസ്സിലായി പറഞ്ഞുതരുമോ? മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി. പറയാം. ഓഫ് കോഴ്സ് ഐ വിൽ എക്സ്പ്ലെയിൻ. ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ നമുക്ക് 1 മാർക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻ തന്നെ തെറ്റിയാൽ നമുക്ക് 1 മാർക്ക് പോകും. അപ്പൊ ഞാൻ 5 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 5 എണ്ണം ശരിയായി വിചാരിക്കും, അപ്പൊ 5 മാർക്ക് കിട്ടി. 6ാമത്തെ ഞാൻ തെറ്റിച്ച എന്റെ മാർക്ക് 4ആയി. അപ്പൊ 6 മാർക്ക് കിട്ടുന്നതിന് പകരം എന്റെ 1 മാർക്ക് പോവുകയോ ചെയ്തേ. ഒരു എക്സ് ക്വസ്റ്റ്യൻ ആണ് റോങ് വിചാരിച്ചാൽ നമുക്ക് 100 ക്വസ്റ്റ്യനില് ബാക്കി 100 എക്സ് മൈനസ് ചെയ്ത് എക്സ് റോങ് എടുക്കാൻ കാരണം നമ്മളോട് റോങ് ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കണത്. അതുകൊണ്ടാട്ടാ എന്താണോ ചോദിച്ചത് ആ വാല്യൂ നമ്മൾ വേരിയബിളിന് കൊടുക്കുക, അങ്ങനെ ഒരു ഇതുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് മൈനസ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടാവും. എക്സ് റോങ് ആണെങ്കിൽ 100ന്ന് എക്സ് കഴിഞ്ഞ ബാക്കിയെല്ലാം കറക്റ്റ് ആണല്ലോ. 100 മൈനസ് എക്സ് കറക്റ്റ് ആണ്, അതിന് 1 മാർക്ക് വീതം കിട്ടും. എക്സ് ക്വസ്റ്റിന് 1 മാർക്ക് വീതം പോവും. അതാണ് മൈനസ് എക്സ്, മൈനസ് ഇവിടെ ഇടാൻ കാരണം. മൈനസ് എക്സ് ഇൻറ്റു 1 78. അപ്പൊ 100 മൈനസ് എക്സ് ഈസ് 78. 100 മൈനസ് 78 ഈസ് 2x. 2x is 22. 78 ഇങ്ങോട്ട് കൊണ്ടുവന്നു, മൈനസ് 2x അങ്ങോട്ട് കൊണ്ടുപോയി, അത് പ്ലസ് ആയി, എക്സ് 11 ആയി. ഇത് നേരത്തെ ഒരാള് വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു, വളരെ നന്നായിരുന്നു. അങ്ങനെ ചെയ്യണം. നമുക്ക് 22 പറഞ്ഞു, നമുക്ക് മിസ്റ്റേക്ക് വരുത്താനുള്ള വഴി ഇതിൽ തന്നെ അവർ തന്നിട്ടുണ്ടാവും. 22 മാർക്കിന്റെ വ്യത്യാസത്തില് ഒരു റോങ് ക്വസ്റ്റ്യൻ നമ്മളുടെ 2 മാർക്ക് ഹീറ്റ് ചെയ്യും. അതിന്റെ മാർക്ക് പോവുക ചെയ്യണം. നമുക്ക് കിട്ടിയെന്ന് 1 മാർക്ക് പോവാണ് ചെയ്യണേ. ഇഫ് യു മെയ്ഡ് 2 ക്വസ്റ്റ്യൻ റോങ്, നിങ്ങളുടെ കിട്ടിയെന്ന് 2 മാർക്ക് കുറയും. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ എണ്ണം വെച്ച് നോക്കാന്ന് വെച്ചാൽ അതൊരു ഡബിൾ ആയിട്ട് കുറഞ്ഞു പോവുക. കിട്ടിയത് പോവുകയും ചെയ്യും, ഒന്നും കിട്ടൂല്ലേനു. സോ 22 ആണ് ഡിഫറൻസ് മാർക്കിൽ വന്നിട്ട് വെച്ചാൽ ദാറ്റ് മീൻസ് വി ഹാവ് മെയ്ഡ് 11 ക്വസ്റ്റ്യൻ റോങ്. ക്ലിയർ ആയോ? അഞ്ച് ക്വസ്റ്റ്യൻ ശരിയായ ഒരാള് 6ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ 6 മാർക്ക് കിട്ടും, തെറ്റായ 4 മാർക്ക് കിട്ടും. അവിടെ 2 മാർക്കിന്റെ ഡിഫറൻസ് വരുന്നുണ്ടോ? അതുകൊണ്ടാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ചെയ്തതിനും പോവുകയും ചെയ്യും. 5 മാർക്ക് കറക്റ്റ്, 5 എണ്ണം ശരിയാക്കിയ ആള് അടുത്തത് തെറ്റിച്ചു കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ടു 4 ക്വസ്റ്റ്യൻസ് കറക്റ്റിലേക്ക് ആയി വരും. ക്ലിയർ ആയോ? ഓക്കെ. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലെന്ന് വിചാരിക്കണു ഞാൻ. PSC ഇല്ലല്ലോ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? ഉണ്ട് മിസ്. ഈ റേഷ്യോ ആയിരിക്കില്ലേ വ്യത്യാസം ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആവറേജിന്റെ ഒരു ചോദ്യം. 5 സംഖ്യകളുടെ ശരാശരി 27 ആയാൽ ഒരു സംഖ്യ ഒഴിവാക്കി, അപ്പൊ ശരാശരി 25 ആയി. മിസ് ആൻസർ 35 ഡി. 35 ശരിയാ. 27 into 5 minus 25 into 4 ചെയ്യാം. 35 കറക്റ്റ് ആണ്. 5 സംഖ്യകളുടെ ശരാശരി 27 ആണെങ്കിൽ 27 into 5 35. ഒരു സംഖ്യ പോയി. അപ്പൊ 20 സംഖ്യയുള്ളൂ. അത് 20 അല്ലെങ്കിൽ earlier ഉണ്ടായിരുന്നതിന് തിരിച്ചെടുക്കുക. 27 ഒരു സംഖ്യ വന്നു കഴിഞ്ഞാൽ 27 ആക്കുക വെച്ചാൽ 25 ആവറേജ് ഉള്ളിലേക്ക് ഒരു സംഖ്യ വന്നാൽ അത് 27 ആയി. അപ്പൊ ആ സംഖ്യയുടെ വാല്യൂ തിരിച്ച് റിവേഴ്സ് ചെയ്യാം നമുക്ക്. 27 + 8. earlier 4 സംഖ്യക്ക് 25 ആവറേജ് ഉള്ളത്, 5ാമത്തെ സംഖ്യ വന്നാൽ 27 ആവും. അപ്പൊ ന്യൂ ആവറേജ് പ്ലസ് 4 എണ്ണത്തിനും 2 വീതം കൂട്ടി 27 + 8 ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് റിവേഴ്സ് വേഗം ചെയ്യാവുന്നതേ ഉള്ളൂ. 27 into 5 minus 25 into 4. ആലോചിക്കുന്നതൊന്ന് റിവേഴ്സ് പോലെ ആലോചിക്കണം. ഓർലിയർ 4 സംഖ്യകളുടെ ആവറേജ് 25, 5ാമത്തെ സംഖ്യ വന്നു കഴിഞ്ഞാൽ അത് 27 ആവും.
So that value will retain 27 plus ആ 4 എണ്ണത്തിന് 2 വീതം കൂട്ടി 25 27 ആവാൻ 2 വേണം 4 എണ്ണത്തിന് 2 വീതം കൂട്ടുക വെച്ചാൽ ഓവറോൾ 8 ഇൻക്രീസ് 27 plus 8. അടുത്തത് ഒരു സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിന്റെ ചോദ്യം നോക്കിയോക്കൂ. കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് Ma'am, option B ആണോ? ആണല്ലോ. ഓപ്ഷൻ ബി ആണ്. 10% നഷ്ടം സംഭവിച്ചു വെച്ചാൽ നമുക്ക് കോസ്റ്റ് പ്രൈസിന്റെ 10% പോയി അല്ലെ 90% കിട്ടിയിട്ടുള്ളൂ. ഇനി 4% ലാഭം കിട്ടിയതിന് 140 രൂപ കൂട്ടി വിറ്റെങ്കിൽ അപ്പൊ എന്താ വരിക 90% കോസ്റ്റ് പ്രൈസിന്റെ 90% പ്ലസ് 140 is equal to കോസ്റ്റ് പ്രൈസിന്റെ 104%. ഇത് കൊടുത്താൽ മതി. കോസ്റ്റ് പ്രൈസിന്റെ 90% കോസ്റ്റ് പ്രൈസിന്റെ 104% ലാഭം. ഇവിടെ നഷ്ടം അപ്പുറത്ത് ലാഭമാണ്. അപ്പൊ ഇതിന്റെ വ്യത്യാസം നോക്കൂ. കോസ്റ്റ് പ്രൈസ് ഓഫ് 104% മൈനസ് കോസ്റ്റ് പ്രൈസ് ഓഫ് 90% ഈസ് 140. കോസ്റ്റ് പ്രൈസിന്റെ 14% 140. കോസ്റ്റ് പ്രൈസ് ഈസ് into 14 by 100 is 140. Cost price is 140 into 100 by 8. Thousand 100. ശരിയായോ? ശരി മാം. മനസ്സിലായി. ഓക്കെ. അടുത്ത ഒരു നമ്മൾ ചെയ്തു വന്ന ടൈം ആൻഡ് വർക്കിന്റെ ഒരു ചെറിയ ചോദ്യമാണ്. 64 persons do a work for 15 days. If they want to finish it in 12 days, how many more persons are needed? How many more persons are needed എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 64 persons finish a work in 15 days. Then in 12 days, if they want to finish the work, how many more persons are required? അതിൽ നമ്മൾ ഒരു വളരെ സിമ്പിൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. M1 D1 equal to M2 D2, a group of persons. M1 D1 man days are equal. M1 D1 equal to M2 D2. Answer